കോഴിക്കോട് CPM നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിൽ കോടികളുടെ തട്ടിപ്പ്. നെല്ലിക്കോട് വനിതാ സഹകരണ സംഘത്തിലാണ് 2 കോടിയിലധികം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയത്. അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ അന്വേഷണത്തിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, ഡ്രോണുകൾ ഉപയോഗിച്ചിപ്പോൾ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് കോഴിക്കോട് CPM നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിൽ കോടികളുടെ തട്ടിപ്പ് നടന്നിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, കോഴിക്കോട് CPM നടത്തുന്ന വനിതാ സഹകരണ സംഘത്തിലാണ് ഈ 2 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും പരാതിക്കാർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി നൽകിയിരിക്കുന്നത്. ഈ ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്തവർക്ക് വ്യാജ ബോണ്ട് നൽകിയും പണയം വെച്ചവരുടെ സ്വർണ്ണം ലോക്കറിൽ നിന്നും എടുത്തുമാറ്റിയാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ മെഡിക്കൽ കോളേജ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഒരു നിതിൻ രാജ്, അതുപോലെ ദിൽജു എന്നിവർക്കാണ് പണം നഷ്ടപ്പെട്ടിട്ടുള്ളത്. അവരാണ് ഈ 2 പേരാണ് ഇപ്പോൾ നിലവിൽ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഇതിൽ നിതിൻ രാജിന് 1 കോടി രൂപയോളം നഷ്ടം വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ ദിൽരാജിന് 4.5 ലക്ഷത്തോളം രൂപയും ലഭിക്കാനുണ്ട് എന്നത് തന്നെയാണ് ഈ പരാതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സമാനമായ രീതിയിൽ ഈ ബാങ്കിലെ തന്നെ ഒരു ജീവനക്കാരൻ അനുരാജ് കഴിഞ്ഞ മാസമാണ് ഇത്തരത്തിൽ ഒരു ഹോട്ടലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രാദേശിക തലത്തിൽ, പാർട്ടി തലത്തിൽ വലിയൊരു പ്രതിസന്ധി ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഈ ബാങ്ക് ജീവനക്കാരനായ അനുരാജിന്റെ തലയിൽ ഈ തട്ടിപ്പ് കെട്ടിവയ്ക്കുവാനുള്ള ശ്രമം നടക്കുന്നു എന്ന് തന്നെയാണ് ഈ പ്രാദേശിക തലത്തിൽ ഉയർന്നു വരുന്ന ആരോപണം എന്നത്. കുടുംബം പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ പരാതിയുമായി രംഗത്ത് വന്നിട്ടില്ല. പക്ഷേ പ്രാദേശിക തലത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഈ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്നു, യോഗങ്ങൾ ചേരുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ ബാങ്ക് ഇടപാടുകാരുമായി ബന്ധപ്പെട്ട് നിരന്തരം വിളിക്കാറുണ്ടെന്നും അത് മാത്രമല്ല ഇത് പറഞ്ഞു തീർക്കാം എന്നൊരു കരാറിൽ എത്തിയിട്ടുണ്ടെന്നൊരു കാര്യവും കൂടി നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും 2 കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണ് ഈ വനിതാ സഹകരണ സംഘത്തിൽ നടന്നിട്ടുള്ളത്. എന്തായാലും അസിസ്റ്റന്റ് രജിസ്ട്രാർ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക റിപ്പോർട്ട് ജില്ലാ തലത്തിലേക്ക് നൽകിയിട്ടുണ്ട് എന്നൊരു വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പ്രകാരം ഈ ബാങ്കിൽ ഇത്തരത്തിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ആ പ്രാഥമിക റിപ്പോർട്ടിൽ ഉള്ളത് എന്നൊരു വിവരം തന്നെയാണ് നിലവിൽ പുറത്തു വരുന്നത്. ദേവിക.